ഹലോ ഹലോ ആരാണ്? ഹലോ ഹലോ ആരാണ്? അയ്യൂബ്. അയ്യൂബ് എവിടുന്നാ? മഹബൂലിൽ നിന്നാണ് അയ്യൂബും. ശരി, അപ്പൊ മത്സരം തുടങ്ങാം നമുക്ക്. ഹലോ അയ്യൂബ്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? 6th സ്റ്റാൻഡേർഡ് അല്ലേ? ഞാൻ വളരെ ഈസി ആയ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഓക്കെ. അലി റളിയല്ലാഹു അൻഹുവിനെ അറിയാലോ? എത്രാമത്തെ ഖലീഫയാണ്? അല്ല, രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു അല്ലേ? 4ാം ഖലീഫയാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹുവിന്റെ വളരെ പ്രശസ്തമായ ഒരു വാൾ ഉണ്ടായിരുന്നു. എന്താണ് പേര്? വാൾ, സോഡ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ. ഹലോ അയ്യൂബേ, അതായിരുന്നില്ല ചോദ്യം. അയ്യൂബ് അതാണ് ചോദ്യം എന്ന് പറഞ്ഞ അല്ല എന്ന് പറഞ്ഞപ്പോ അയ്യൂബ് വച്ചിട്ട് പോയി തോന്നുന്നു. അത് എനിക്ക് അയ്യൂബേ, എന്തായാലും അയ്യൂബ് കേൾക്കുന്നുണ്ടെങ്കിൽ അയ്യൂബേ വലിയ സങ്കടമായി പോയി കേട്ടോ. അയ്യൂബ് ഒന്നുകൂടി തിരിച്ച് വിളിക്കാൻ നോക്കണം. കിട്ടുകയാണെങ്കിൽ നമുക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. അതായിരുന്നില്ല ചോദ്യം. അല്ലാന്ന് പറഞ്ഞപ്പോ അയ്യൂബ് വിഷമത്തോടു കൂടി ഫോൺ വെച്ചിട്ട് പോയതാ. ഇനി എനിക്ക് ആശ്വാസ വാക്കുകളൊന്നും കേൾക്കേണ്ടതില്ല എന്ന് പറഞ്ഞ്. എന്തായാലും കരുതിയിരിക്കുക, ഉസ്താദ് അങ്ങനെയൊക്കെയാണ്, ചില നമ്പറുകളൊക്കെ ഇടും. ആദ്യം ഈ പ്രാഥമികമായി നമുക്ക് കാര്യങ്ങൾ അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഹലോ ഹലോ ആരാണ്? ആര്? ഉഷാദ്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ? ഏത്? 5ാം ക്ലാസ്സിൽ. ഓക്കെ ഓക്കെ. അപ്പൊ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഉഷാദിനോട് അങ്ങനത്തെ ഒരു ചോദ്യം. ഹലോ അസ്സലാമു അലൈക്കും. പേരെന്താ പറഞ്ഞത്? നൗഷാദ്. നൗഷാദ്, ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. വളരെ എളുപ്പമുള്ളതായിക്കോട്ടെ. നമ്മളുടെ അയ്യൂബ് നേരത്തെ വിളിച്ചിട്ട് ക്വസ്റ്റ്യൻ പൂർണ്ണമാക്കുന്നതിന്റെ മുമ്പേ കട്ടായി പോയി. ആ ചോദ്യം തന്നെ ചോദിക്കാം. അലി റളിയല്ലാഹു അൻഹുവിന്റെ വാളിന്റെ പേരെന്താണ്? ഹലോ ദുൽഫുഖാർ എന്നുള്ള ഉത്തരം ശരിയാണോ? ശരിയാണോ? ആണ് അല്ലേ? അതെ, എങ്കിലാണ് ശരിയാണ്, ദുൽഫുഖാർ. അത് തന്നെ, അങ്ങനെ തന്നെ വേണം ഉസ്താദിന്. കാരണം ശരി തന്നെ എന്ന് അയ്യൂബ് അല്ല നൗഷാദ് ഉറപ്പിച്ചു പറഞ്ഞാണ്. അപ്പൊ നമ്മളെങ്ങനെ പിന്നെ തെറ്റാണെന്ന് പറയാം? നൗഷാദ്, 2ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്ന ചരിത്രമൊക്കെ കേട്ടിരുന്നല്ലോ അല്ലേ? ഓക്കെ. പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുന്നതിൻ്റെ മുമ്പായിക്കൊണ്ട് അവിടെ ഈ അഖബ ഉടമ്പടിയുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ അവിടേക്ക് ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി ആദ്യമായി ഒരു സഹാബിയെ അയച്ചിട്ടുണ്ട്. ആ സഹാബിയുടെ പേരെന്താണ്? മദീനയിലേക്ക് ഇസ്ലാമിക നിയമങ്ങൾ പഠിപ്പിക്കാനും പ്രബോധന പ്രവർത്തനങ്ങൾക്കൊക്കെയുമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി അയച്ച സഹാബിയുടെ പേരെന്ത്? നൗഷാദ്. കേട്ടില്ല. സംശയമായോ? പകുതി ഉത്തരേ വന്നതുള്ളൂ എന്ന് തോന്നുന്നു. പറയൂ, പോരട്ടെ ഉത്തരം പോരട്ടെ. വേഗം പറയൂ എന്ന് അവിടെ നിന്ന് ചെവിയിൽ പറയുന്നുണ്ട്. വേഗം പറയൂ നൗഷാദെ, പോരട്ടെ. നൗഷാദ്, ഞാൻ പറഞ്ഞോട്ടെ ഉത്തരം? വേഗം ഒരു ക്ലൂ കൊടുക്കാം. ഓക്കെ. അദ്ദേഹം മരണമടയുന്നത്
ഷഹീദാകുന്നത് ഉഹദ് യുദ്ധത്തിൽ വെച്ചാണ്. ഈ സഹാബി ഷഹീദാകുന്നത് ഉഹദ് യുദ്ധത്തിൽ വെച്ചാണ്. ഒരു പിടുത്തമില്ല, കിട്ടുന്നില്ല. എങ്കിൽ ഞാൻ പറയാം. അദ്ദേഹത്തിന്റെ പേര്, ആ സ്വഹാബിയുടെ പേര് മദീനയിൽ ഒന്നാമതായി ഇസ്ലാമിന്റെ ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് അയച്ചിരിക്കുന്ന സ്വഹാബിയുടെ പേര് മുസ്അബ് ഇബ്നു ഉമൈർ. കേട്ടിട്ടുണ്ടോ നൗഷാദ്? പാട്ടൊക്കെ അല്ലേ? മുസ്അബ് ഇബ്നു ഉമൈർ എന്ന ധീര സഹാബി, കേട്ടിട്ടില്ലേ? അങ്ങനെ പാട്ടൊക്കെ ഉണ്ട്, ഒക്കെ കേൾക്കണം. എന്തായാലും പാട്ടും കേട്ടു, ഉത്തരവും കേട്ടു. ഇതൊരു പുതിയ അറിവുമായി നൗഷാദിന് അങ്ങനെ ഒരു പുതിയ അറിവ് സമ്മാനിക്കാൻ കഴിഞ്ഞു. നൗഷാദിനെ പോലെ ഒരുപാട് പേർക്ക് പുതിയ അറിവ് സമ്മാനിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഹലോ, വളരെ നന്ദി. ഹലോ, ആരാണ്? അഷ്റഫ്. എവിടുന്നാ? കുവൈറ്റ് സിറ്റിയിൽ നിന്ന് അഷ്റഫ് വിളിക്കുന്നു. അഷ്റഫെ, ജയിക്കണം നമുക്ക്. ഓക്കെ, എളുപ്പമുള്ളത്, എല്ലാം എളുപ്പമുള്ള ചോദ്യ. അഷ്റഫ് സാഹിബ്, എത്ര എളുപ്പത്തിലാണെന്ന് അറിയോ ഉസ്താദ് ഇവിടെ ചോദ്യം ചോദിക്കുന്നത്? ഓക്കെ, എളുപ്പമുള്ള ഒരു ചോദ്യം ചോദിക്കാം ഞാൻ. പരിശുദ്ധ ഖുർആനാണല്ലോ കാര്യമായിട്ടും നമ്മളുടെ ഒരു വിഷയം. ഖുർആനിൽ ഒരു മിറക്കിൾ പോലെ, എന്ന് വെച്ചാൽ സ്ത്രീ പുരുഷ സമത്വം എന്നുവെച്ചാൽ തുല്യ പ്രാധാന്യം നൽകുന്ന രൂപത്തിൽ ഒരു 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 കാര്യം നമ്മൾ ഗവേഷണം നടത്തുകയാണെന്നുണ്ടെങ്കിൽ കണ്ടെത്താൻ കഴിയുന്നത്, പുരുഷൻ എന്നുള്ളതിന് റജുലുൻ എന്നാണല്ലോ പറയുക, അതേപോലെ സ്ത്രീ എന്നുള്ളതിന് ഇമ്രഅത്തുൻ എന്നും. ഓക്കെ, പുരുഷൻ എന്നുള്ളത് അഥവാ റജുലുൻ എന്നും ഇമ്രഅത്തുൻ എന്നുള്ളതും തുല്യ തവണകളായിട്ടാണ് പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്. എത്ര തവണ? ഇത് സാധാരണ പറയാറുള്ളതാണ്. അല്ല, ഞാൻ പറഞ്ഞില്ലേ അഷ്റഫേ, അതെ, വളരെ കൃത്യമാണ്. ഉസ്താദ് വളരെ എളുപ്പത്തിലാ ചോദ്യം ചോദിക്കുന്നത്. റജുലുൻ എന്നും ഇമ്രഅത്തുൻ എന്നും പ്രയോഗിച്ചിരിക്കുന്നത് ക്ലൂ എങ്ങനെയാണ്? ഞാന് ഒരു കാര്യം ചെയ്യാം, ഒരു 10നും 50നും ഇടയിലാണ് എന്നൊക്കെ പറയാം. അത് ഗംഭീര ക്ലൂവാ. 10നും 50നും ഇടയിലുള്ള. ഞാൻ എങ്ങനെയാണ് ഒരു അക്കത്തിന് ക്ലൂ കൊടുക്കുക? 12 ആണോ? 23 I think. You think? ഒന്നുകൂടെ കൂട്ടി ആലോചിക്കണോ? 23. ഒന്നും കൂടി കൂട്ടി വേണമെങ്കിൽ ആലോചിച്ചോ. 24. Yeah, plus 12, yeah, 24. 24 ആണോ? Yes. ഉറപ്പാ? Yeah. ഓക്കെ, എങ്കിൽ ശരി ഉത്തരമാണ്. 24 തവണയാണ് റജുലുൻ എന്നും അതേപോലെ തന്നെ ഇമ്രഅത്തുൻ എന്നും പ്രയോഗിച്ചിരിക്കുന്നത്. ശരി ഉത്തരം. കുറച്ചുകൂടെ എളുപ്പമുള്ളത് ചോദിക്കാം. മക്കയിലെ ഏറ്റവും പരിമളമുള്ള വ്യക്തി എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണ്? ഒന്നുകൂടെ പറയൂ. അല്ലേ എന്നാണ് ചോദിക്കുന്നത്. അല്ലേ എന്നല്ല, ആരാണ്? ആണോ? ഓക്കെ, മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. ശരി ഉത്തരം. ഓക്കെ, ഇനി ഇതിലും എളുപ്പമുള്ളത്. ശരി, അതിലും എളുപ്പമുള്ളത്. നമ്മളിങ്ങനെ അവിടുന്ന് ഇങ്ങോട്ട് വരാം. 3ൽ നിന്ന് 1ലേക്ക്. ഓക്കെ, നിങ്ങൾക്ക് തീർച്ചയായും ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയും. എങ്ങനെയാണെങ്കിൽ നിങ്ങൾ കഴിഞ്ഞുപോയ നമ്മളുടെ ചരിത്ര വിശകലനങ്ങളൊക്കെ സ്ഥിരമായി കേട്ടിരുന്നു എങ്കിൽ തീർച്ചയായും ഉത്തരം പറയാൻ കഴിയും. ഏതായാലും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും.
നമ്മൾ പറഞ്ഞിരുന്നു ഒന്നാമത്തെ പലായനം ഹിജ്റ എന്ന് പറയുന്നത് അബിസീനിയയിലേക്കായിരുന്നല്ലോ. അബിസീനിയയിലെ നജ്ജാഷി രാജാവിന്റെ മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ച വ്യക്തി ആരാണ്? സൂറത്തു മറിയം ഓതിയിട്ട് ജഅഫർ ഇബ്നു അബി ത്വാലിബ് എന്നുള്ളത് ശരി ഉത്തരമാണ്. സമ്മാനാർഹനായിരിക്കുന്നു. അഷ്റഫ് സാറേ കലക്കി. ഈ ആദ്യത്തത് ഒന്ന് കൂട്ടിയൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും അല്ല, എന്നാലും അങ്ങനെയല്ല. നമ്മൾ ഈ ആദ്യത്തത് ഒന്ന് കൂട്ടി നമ്മൾ ശ്രമിച്ചതാണല്ലോ. അപ്പൊ നമ്മൾ ഒന്ന് കൂട്ടി ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായി നമുക്ക് വിജയത്തിലേക്ക് എത്താൻ കഴിയണം. അല്ല, ആ സഹായം അഷ്റഫിന് ആ സഹായം നൽകിയത് കൊണ്ട് ഗുണമുണ്ടായി എന്നുള്ളതിൽ സന്തോഷമുണ്ട് നമുക്ക്. കാരണം ഒരു സന്തോഷം നൽകിയിട്ട് ആ ചോദ്യത്തിന് മാത്രം അങ്ങനെ സന്തോഷത്തിന്റെ ഉത്തരം പറഞ്ഞല്ലോ. അതുകൊണ്ട് തീർച്ചയായും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ട് അഷ്റഫ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആദ്യത്തെ ചോദ്യത്തിന് അങ്ങനെ ഒരു സഹായത്തിന്റെ പിന്തുണയോടുകൂടി വിജയിച്ചെങ്കിലും പിന്നീട് 2 ചോദ്യങ്ങളും അതിവേഗത്തിൽ ഉത്തരം പറഞ്ഞ് അതിവേഗം സമ്മാനം നേടിയ അഷ്റഫിന് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അടുത്ത കോളറിലേക്ക് കടക്കുകയാണ്. ഹലോ, ആരാണ്? വലൈക്കും സ്ലാം. ആരാണ്? നസറിൻ. എവിടെ നിന്നാണ്? അബ്ബാസിയിൽ നിന്ന്. ഓക്കെ, കുറെ നേരം വിളിച്ചിട്ട് കിട്ടിയതാണ്. അപ്പോ എന്തായാലും എളുപ്പമുള്ള ചോദ്യം ചോദിക്കണം. ഹലോ, അസ്സലാമു അലൈക്കും. എളുപ്പമുള്ള ഒരു ചോദ്യം ചോദിക്കാം. ഇസ്ലാമിലെ 4ാം ഖലീഫ അലി റളിയല്ലാഹു തആല അൻഹു കുട്ടികളുടെ കൂട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണല്ലോ, 1ാമത്തെ വ്യക്തി. എത്രാമത്തെ വയസ്സിലാണ് അലി റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചത്? ഇതിനിപ്പോ ഞാൻ എന്താ ക്ലൂ തരിക? കാരണം കുട്ടിയായിരിക്കുമ്പോഴാണ് കുട്ടികളുടെ കൂട്ടത്തിൽ 1ാമതായി ഇസ്ലാം സ്വീകരിച്ച ആളാണ് അലി റളിയല്ലാഹു അൻഹു. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ക്ലൂ ഒക്കെ ആദ്യം പറഞ്ഞ് വിശദീകരിച്ചിട്ടാണ് ചോദ്യം ചോദിക്കുന്നത്, പിന്നെ ക്ലൂ ഇല്ലാണ്ടാവുകയാണ്. കുട്ടികളുടെ കൂട്ടത്തിൽ നിന്ന് 1ാമതായി ഇസ്ലാം സ്വീകരിക്കുന്നത് അലി റളിയല്ലാഹു അൻഹു ആണ്. അലി റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച സന്ദർഭത്തിൽ എത്ര വയസ്സായിരുന്നു? 12. ഞാനാകെ കൺഫ്യൂഷനിലായി. 12. നിങ്ങൾ പറഞ്ഞ 2ൽ 1 ഉത്തരമാണ്. പക്ഷെ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിന്നെങ്കിൽ മാത്രം നമുക്കത് ലൈഫ് ലൈൻ ആണ്. 50-50 എന്നുള്ളതാണ്. ഏതാണ്? എന്ത് ചെയ്യും? നിങ്ങൾക്ക് ആലോചിക്കാനുള്ള ഒരു സമയം തരാം. ആലോചിക്കാൻ ഞാൻ ക്ലോക്ക് ഇടാം. പറയൂ. 10. ഉറപ്പാണോ? 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 ഓക്കെ, ഉറപ്പാണെങ്കിൽ ശരി ഉത്തരമാണ്. 10ാം വയസ്സിലാണ്. അതെന്താണ് അവിടെ ഒരു കൺഫ്യൂഷൻ? 10 എന്ന് ആദ്യം പറഞ്ഞു, പിന്നെ 12ലേക്ക് ചാടാനുള്ളൊരു കാരണം? കുട്ടിന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ. ആയിക്കോട്ടെ, എങ്കിൽ ആയിക്കോട്ടെ. 2ാമത്തെ ചോദ്യം ഇതാണ്. ചില കുറെ കേവലാക്ഷരങ്ങൾ കൊണ്ട് പരിശുദ്ധ ഖുർആൻ തുടങ്ങുന്നുണ്ടല്ലോ. എന്നാൽ അങ്ങനെയുള്ള കേവലാക്ഷരങ്ങൾ തന്നെ ആ അധ്യായത്തിന്റെ പേരായി വന്നിട്ടുണ്ട്. അതിൽ ഒറ്റ അക്ഷരം കൊണ്ട് തുടങ്ങുന്ന സൂറത്ത്, ആ കേവലാക്ഷരം ഒറ്റ അക്ഷരം കൊണ്ട് തുടങ്ങുന്ന ആ അക്ഷരം തന്നെ സൂറത്തിന്റെ പേരായി വന്നിട്ടുള്ള 2 സൂറത്തുകളുണ്ട്. ഒന്ന് സ്വാദ്, മറ്റൊന്നോ കാഫ്. ഉറപ്പാണോ? യെസ്. സ്വാദും കാഫുമാണ് അല്ലേ? അപ്പൊ നൂൻ എന്ന് പറയുന്ന ഒരു കേവലാക്ഷരം കൊണ്ട് തുടങ്ങുന്ന ഒന്നുണ്ടല്ലോ, അതോ? അതും
അതിന്റെ പേര് സൂറത്ത് കലം എന്നാണ്. അതെ, വളരെ ശരിയാണ് നിങ്ങളുടെ ഉത്തരം. നിങ്ങൾ അതിൽ എനിക്ക് തോന്നുന്ന ഒരു ഗവേഷണം തന്നെ നടത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. സ്വാദും ഖാഫുമാണ് ശരി ഉത്തരം. മറ്റൊന്ന് നൂന് കൂടി ഉണ്ട്, പക്ഷെ ആ സൂറത്തിന്റെ പേര് നൂൻ എന്നല്ല, സൂറത്തുൽ കലം എന്നാണ്. വളരെ ശരിയാണ് ഉത്തരം, സ്വാദ് ആൻഡ് ഖാഫ്. മബ്രൂക്ക്. ഇനി നല്ല ഈസി ചോദിക്കണം. ഇനി ഏറ്റവും എളുപ്പമുള്ള ചോദ്യം ചോദിക്കണേ. അതെ, സാധാരണ ഖുർആൻ പാരായണ നിയമങ്ങളിൽ നിന്നായാലോ പറ്റുമോ? എവിടെ നിന്ന് വേണമെന്ന് വരെ ചോദിച്ചിട്ടാണ് ചോദ്യം ചോദിക്കുന്നത്. തജ്വീദിൽ നിന്ന് ചോദിച്ചാൽ എങ്ങനെ? നിങ്ങൾക്കൊരു ഓപ്ഷൻ തരുന്നു. തെജീവീതൊന്നും ചോദിക്കണ്ട. ഓക്കെ, എന്നാ വേറൊരു ചോദ്യം ചോദിക്കാം. സാധാരണ ക്വിസുകളിലൊക്കെ ചോദിക്കാറുള്ള ഒരു ചോദ്യം, ദുന്നൂറൈൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സഹാബി ആരാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഉറപ്പാണോ? യെസ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്നുള്ള ശരി ഉത്തരം പറഞ്ഞുകൊണ്ട് നിങ്ങളും സമ്മാനാർഹയായിരിക്കുന്നു. തുടരെ രണ്ടാമത്തെ വിജയി. അങ്ങനെ നസ്രീനും അഷ്റഫിന് പിന്നാലെ നസ്രീനും അബ്ബാസിയിൽ നിന്ന് കഷ്ടപ്പെട്ട് വിളിച്ചതാണ്. കാരണം എത്ര ദിവസമായി വിളിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കിട്ടിയതാണ്, ഒരുപാട് വിളിച്ചതിന് ശേഷം കിട്ടിയതാണ് എന്ന് പറഞ്ഞ് നസ്രീൻ അങ്ങനെ വിജയകരമായി ഈ യാത്ര പൂർത്തിയാക്കിയിരിക്കുന്നു, വിജയിച്ചിരിക്കുന്നു. റേഡിയോ ഇപ്പോഴും അവിടെ ഒച്ചകൂട്ടി വച്ചിരിക്കുകയാണ്. ഇനി എന്തായാലും ഇത് കഴിഞ്ഞതിന് ശേഷം ഒച്ചകൂട്ടി വെച്ചോ, ഇപ്പോഴും എന്റെ ചെവിയിൽ ഇങ്ങനെ എക്കോ മുഴങ്ങി കേൾക്കുന്നുണ്ട്. എന്തായാലും വളരെ സന്തോഷമുണ്ട് നസ്രീൻ ഞങ്ങളെ വിളിച്ചതിന്, സമ്മാനം നേടിയതിന്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് രണ്ടാമത്തെ തുടർച്ചയായ വിജയിയെ കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരാൾ കൂടി ടെലിഫോൺ ലൈനിൽ. ഹലോ, ആരാണ്? ഹലോ. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ആരാണ്? അബ്ദുൽ ജലീൽ. അബ്ദുൽ ജലീൽ എവിടെ നിന്നാ? ഷുഹദായിൽ നിന്ന്. ഹലോ. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. ഞാൻ ചോദ്യം ചോദിക്കട്ടെ? എന്റെ പേര് ഹസൻ. ആള് മാറിയോ? എന്റെ പേര് ഹസൻ. ഹസൻ എന്നാണ് അല്ലേ? ഹസൻ എവിടെ നിന്നാ? ഞാൻ റൗദയിൽ നിന്ന് അല്ലേ? റൗദേന്ന്. ഓക്കെ, ശരി, ഞാൻ ചോദ്യം ചോദിക്കാം. ഓക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നയിച്ച അവസാനത്തെ യുദ്ധത്തിന്റെ പേരെന്ത്? യുദ്ധം. ആലോചിച്ചുത്തരം പറയണം. അത് മക്കം ഫത്ത് ഒരു യുദ്ധമല്ലല്ലോ. മക്ക വിജയം ഒരു യുദ്ധമല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നയിച്ച അവസാന യുദ്ധത്തിന്റെ പേരെന്ത്? എന്താണ്? തബൂക്ക് യുദ്ധാണോ? ഓക്കെ, ശരി ഉത്തരാണ്. അങ്ങനെ പറയൂ, ഉറപ്പിച്ചു പറയൂ. ശരി ഉത്തരമാണ് തബൂക്ക്. മബ്രൂക്ക്. ശരി ഉത്തരം പറയുമ്പോൾ നമുക്ക് ആശങ്ക ഉണ്ടാവേണ്ട കാര്യമില്ല, അതങ്ങ് പറഞ്ഞാ മതി കേട്ടോ ഹസൻ. പിന്തുണ നൽകാൻ ഞാനുണ്ടല്ലോ ഇവിടെ. അല്ല, ഞാൻ വെറുതെ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നതാണ്, കിട്ടാണെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചു. അതന്നെ, കിട്ടിയല്ലോ. ഓക്കെ, എങ്കിൽ രണ്ടാമത്തെ ചോദ്യം. പരിശുദ്ധ ഖുർആനിൽ ഒരു വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം വരുത്താൻ ആർക്കും കഴിയൂല എന്നുള്ളതൊരു സത്യമാണ് അല്ലേ? തീർച്ചയായും. അത് ഖുർആനിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട്, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നാം ആണ് ഈ ഖുർആനിനെ ഇറക്കിയിട്ടുള്ളത്, നാം തന്നെ ഈ ഖുർആനിനെ സംരക്ഷിക്കുകയും ചെയ്യും എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഏത് സൂറത്തിലാണ് എന്നുള്ളതാണ് ചോദ്യം. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ.
ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളുൻ. നാമാണ് ഈ സൂറത്തുൽ ഹിജ്റിൽ എത്രാമത്തെ ആയത്താണ്? എത്രാമത്തെ ആയത്താന്ന് അറിയോ? കുഴപ്പമില്ല, സൂറത്തുൽ ഹിജ്ർ എന്നുള്ളത് ശരിയുത്തരമാണ്. മബ്രൂക്ക്. സൂറത്തുൽ ഹിജ്ർ. ഓക്കെ, അടുത്ത ഒരു ചോദ്യത്തിനൂടെ നിങ്ങൾ ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന, നോമ്പിന് ശേഷം എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സദസ്സിൽ വെച്ച് നിങ്ങൾക്ക് സമ്മാനം കിട്ടും. തയ്യാറാണല്ലോ? എളുപ്പമുള്ളൊരു ചോദ്യം. ഹുറൂഫുൽ ഖൽഖല എന്ന് കേട്ടിട്ടുണ്ടോ? ഹുറൂഫുൽ ഖൽഖല. എന്നാ ഞാൻ പറഞ്ഞുതരാം എന്താണ് ഹുറൂഫുൽ ഖൽഖല. ഇപ്പോൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന വേളയിൽ സുക്കൂൻ വരാറുണ്ട് അല്ലേ? തീർച്ചയായും. സുക്കൂൻ വരുന്ന സന്ദർഭത്തിൽ പൂർണ്ണ സുക്കൂൻ നൽകേണ്ടുന്ന അക്ഷരങ്ങൾ അവയാണ് ഹുറൂഫുൽ ഖൽഖല. ഇപ്പോൾ ഉദാഹരണത്തിന് വസ്സമാഇ വത്വാരിഖ്, അവിടെ ഖ് എന്ന് പറഞ്ഞില്ലേ? ഖ്, അവിടെ ഖ് എന്ന് പറയുന്നുണ്ട്. പൂർണ്ണമായിട്ടും ഖാഫിന് സുക്കൂൻ വന്നപ്പോ ഖ് എന്ന് പറഞ്ഞു. അങ്ങനെ 5 അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ. ആ 5 അക്ഷരങ്ങൾക്കാണ് ഹുറൂഫുൽ ഖൽഖല എന്ന് പറയുന്നത്. അതിൽ ഒരക്ഷരം ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഖാഫ്. ബാക്കിയുള്ള 4 അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഐനിന് സുക്കൂൻ വന്ന എന്ന് പറയോ? ഇല്ലല്ലോ. അത്ര ബുദ്ധിമുട്ടില്ലല്ലോ. എല്ലാവരും തജ്വീദ് ഒരു ഇത്തിരിയെങ്കിലും അറിയാവുന്ന, എല്ലാവർക്കും അറിയാവുന്നൊരു ചോദ്യമാണത്. പിന്നെ ഏതാ പറഞ്ഞേ? കാഫ, ബാ ഉണ്ട്. ശരിയാണ്. അയ്യോ, ഇപ്പൊ കൊറേ അക്ഷരങ്ങൾ പറഞ്ഞു. അതിൽ ബാ മാത്രമേ ശരി ഉത്തരവുള്ളൂ. കാഫില്ല. ഞാനൊരു നമ്പർ പറഞ്ഞുതരാം ഹസനെ. അതായത് ഇപ്പൊ കുറെ അക്ഷരങ്ങൾ പറഞ്ഞല്ലോ, അതിൽ ഒരെണ്ണം മാത്രമേ ശരിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ബാക്കി ഒഴിവാക്കിയിട്ട് വേറെ ഒരു 2-3 കൂടി പറഞ്ഞു നോക്കിയാൽ മതി, അപ്പൊ ശരിയാവും. അയ്യോ, അതൊന്നുമല്ല, ഞാൻ ഉത്തരം പറയാം എന്തായിരുന്നാലും. അതൊരു ഭയങ്കര സംഭവമായി പോയി. പക്ഷെ നമുക്കിനി വേറെ ആളുകൾ എടുക്കണ്ടേ ഹസനെ? എത്ര അവസരം തന്നു. ഞാൻ പറഞ്ഞോട്ടെ? എങ്കിലും എന്റെ ഹസനെ ഇനി എന്തായാലും ഉസ്താദ് ഉത്തരം പറഞ്ഞോട്ടെ. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. കഴിഞ്ഞ ദിവസം ഉസ്താദ് പറഞ്ഞു, ആ ഖുർആൻ പാരായണത്തില് പാരായണ മത്സരത്തിൽ ഉസ്താദ് പറഞ്ഞ 5 അക്ഷരങ്ങളായിരുന്നു. പക്ഷെ അതിന്റെ അത് ചിന്തയിൽ നിന്ന് വിട്ടുപോയി. നമ്മൾ അതൊക്കെ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നമ്മൾ അറിവ് നേടുന്നതിന്റെ ഭാഗമായിട്ട് അതൊക്കെ എഴുതി വെക്കുക. അതൊക്കെ നല്ല നല്ല അറിവുകളാണ്. അതൊക്കെ എഴുതി വെക്കുക. പിന്നീട് അതൊക്കെ ഉപകരിക്കുമല്ലോ. ഏതായിരുന്നാലും ഇനിയെങ്കിലും നിങ്ങൾ എഴുതി വെക്കണം. അത് ഖാഫ് ബ ജീം ദാല്. അതിനെ നമുക്ക് ഒരൊറ്റ പദമായിട്ട് ഖുതുബ് ജദ് എന്ന് വിളിക്കാം. ഖുതുബ് ജദ്, ഖാഫ് ബ ജീം ദാല്. ഇനി എന്തായാലും അത് കുറിച്ച് വെച്ചേക്കുക. അത് ഉസ്താദ് രണ്ടാമത് ഒരിക്കൽ കൂടി ഹസന്റെ കേൾവിക്കായി പറഞ്ഞു തന്നിരിക്കുകയാണ്. എന്തായാലും സന്തോഷം ഹസൻ മത്സരത്തിൽ പങ്കെടുത്തതിന്. മത്സരത്തിൽ പങ്കെടുത്തത് എനിക്ക് വളരെയധികം സന്തോഷമായി പോയി. ഇനിയും വിളിക്കണം തീർച്ചയായും ഹസൻ, ഇനിയും വിളിക്കണം, മത്സരത്തിൽ പങ്കെടുക്കണം. അപ്പൊ നമ്മുടെ അടുത്ത കോളറിലേക്ക് കൂടി കിടക്കാം. ഹലോ, ആരാണ്? ഫാത്തിമ. എവിടുന്നാ വിളിക്കുന്നേ? കുവൈറ്റ് സിറ്റിയിൽ നിന്നാണ് ഫാത്തിമ. ഓക്കെ ഫാത്തിമ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മുമ്പ് വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നു. എനിക്ക് ഈ ശബ്ദം കേട്ടതുപോലെ തോന്നുന്നുണ്ട്, പരിചയമുള്ള ശബ്ദം. ഓക്കെ, ഏത് ക്ലാസ്സിലാണ്? ഫിഫ്തിലാണല്ലേ? ഫിഫ്തില്. ഓക്കെ, ചോദിക്കാലോ അല്ലേ? ഓക്കെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ആമുൽ ഹുസ്ൻ
എന്ന് പറയുന്ന ഒരു വർഷമുണ്ട്. ആമുൽ ഹുസിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഹുസിൻ എന്ന് പറഞ്ഞാൽ ദുഃഖം എന്നാണ് അർത്ഥം. ആമുൽ ഹുസിൻ എന്ന് പറഞ്ഞാൽ ദുഃഖവർഷം. ഒരു വർഷം ദുഃഖവർഷമായിട്ടാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അത് ചില ആളുകൾ മരിച്ചതുകൊണ്ടാണ്. രണ്ടാളുകൾ. ആരൊക്കെയാണ് ആ രണ്ടാളുകൾ? പ്രവാചകരുടെ ജീവിതവുമായി ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന രണ്ടാളുകൾ മരിച്ച ആ വർഷത്തെ ആമുൽ ഹുസിൻ എന്നറിയപ്പെടുന്നുണ്ട്, ദുഃഖവർഷം. ആരൊക്കെയാണത്? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യോ? ആമുൽ ഹുസിൻ എന്ന് പ്രവാചകരുടെ ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ആര് മരിച്ച വർഷത്തെയാണ്? രണ്ടാളുകളാണ്. പ്രവാചകരുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന രണ്ടാളുകൾ മരിച്ച വർഷത്തെയാണ് ആമുൽ ഹുസിൻ എന്ന് പറയുന്നത്. ആരൊക്കെയാണ് ആ രണ്ടാളുകൾ? രണ്ടാൾക്കാരുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു, പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു. പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു മരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഒന്നാം ഖലീഫയും രണ്ടാം ഖലീഫയുമായിട്ട് രണ്ടാളും വരുന്നത്? പിന്നെ പിന്നെ ഞാൻ പറഞ്ഞോട്ടെ? അതെ, ഇനിയിപ്പോ എന്തായാലും ഉസ്താദ് പറഞ്ഞോളൂ. ഫാത്തിമ, നമുക്ക് അടുത്ത തവണ ട്രൈ ചെയ്യാം. ഓക്കെ. അബൂ താലിബും ഖദീജ ബീവിയും. ഓക്കെ, അതാണ് ഇപ്പൊ കിട്ടിയില്ലേ? നമുക്ക് അറിയാമായിരുന്ന കാര്യമായിരുന്നു. അവിടെയാണ് പ്രശ്നം. എന്തായാലും വളരെയധികം നന്ദിയുണ്ട് ഫാത്തിമ. വിളിച്ചതിന് ഇനിയും വിളിക്കണം. ഒന്നി പിഴിച്ചാൽ മൂന്നിലെന്നാണ്. അടുത്ത തവണ നമുക്ക് എന്തായാലും ജയിക്കാം കേട്ടോ. ഞാൻ ഇടയ്ക്കും വിളിച്ചിരുന്നു നമ്മുടെ SMS വിന്നറിനെ. ആ വിന്നർ ഇപ്പോഴും ഫോൺ എടുക്കുന്നില്ല. എന്തു പറ്റിയോ ആവോ? എന്തായാലും ഫോൺ എടുക്കുക. നാളെയും വിളിച്ചു നോക്കാം. നാളെ വിളിച്ചു നോക്കിയാൽ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല. വിളിച്ച് സന്തോഷം അറിയിക്കാം ടെലിഫോണിൽ കൂടി. അതേ നടക്കത്തുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ അടുത്ത കോളറിലേക്ക് കിടക്കാം. ഹലോ, ഹലോ, ആരാണ്? മർവ. പിന്നെയും വിളിക്കുകയാണ് അല്ലേ? അതെ, അത് തന്നെ. മർവ, ഹലോ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. രണ്ടാം പ്രാവശ്യമാണോ വിളിക്കുന്നത്? അതെ. ഓക്കെ, ചോദിക്കട്ടെ. സൗർ ഗുഹയിലേക്ക് ഹിജ്റ പോകുന്ന സന്ദർഭത്തിൽ സൗർ ഗുഹയിൽ കുറച്ചു ദിവസങ്ങൾ പ്രവാചകരും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും താമസിച്ചിരുന്നല്ലോ, 3 ദിവസം. ആ സന്ദർഭത്തിൽ സൗർ ഗുഹയിലേക്ക് മക്കയിലുള്ള വാർത്തകൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു കൊടുത്തിരുന്നത് ആരാണ്? എത്തിച്ചു കൊടുത്തത് ആരാണ്? ചോദ്യം മനസ്സിലായല്ലോ അല്ലേ? അതെ. അസ്മാരോ അബൂബക്കർ റളിയല്ലാഹുവിന്റെ മോള്? മോളല്ല, മോനാണ്. മോനാണോ? ഞാനൊരു വലിയ ക്ലൂ ആണ് തന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം സമയം അനുവദിക്കാൻ പറ്റില്ല. വലിയ ക്ലൂ ആണത്. എനിക്ക് തോന്നുന്നു ശ്രോതാക്കളുടെയൊക്കെ നാവിന്റെ തുമ്പത്തുണ്ട്. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും അത്. ഞാൻ പറയട്ടെ? ഞാൻ പറയാം. അബ്ദുള്ള ബിൻ അബൂബക്കർ. അബ്ദുള്ള എന്നാണ് പേര്. ഓക്കെ. അബൂബക്കർ റളിയല്ലാഹുവിന്റെ മകനായിരുന്ന അബ്ദുള്ളയായിരുന്നു ഈ 3 ദിവസവും എന്താണ് മക്കയിലെ വൃത്താന്തം എന്നുള്ളത് സൗർ ഗുഹയിലേക്ക് എത്തിച്ചു കൊടുത്തിരുന്നത്. ഓക്കെ, വളരെ നന്ദി മർവ. അല്ല, നമ്മൾ ഈ ചരിത്രത്തെ കുറിച്ച് പറഞ്ഞ് ഇന്ന് നമ്മളൊന്നും സൂചിപ്പിച്ചില്ല. നമ്മൾ ആ ക്രമാനുഗതമായി നമ്മൾ പറഞ്ഞു വന്ന കാര്യമുണ്ടായിരുന്നു. അതെ, നമ്മൾ ചരിത്രത്തിൽ ഈ ഒരു ഹുദൈബിയ സന്ധി ഉണ്ടായപ്പോൾ ഇടക്ക് കിട്ടിയ ഒരു സമാധാനത്തിൻ്റെ ഒരു സമയമുണ്ടായിരുന്നു. അപ്പോൾ സമാധാനത്തിൻ്റെ ആ ഒരു സമയമുണ്ടായ വേളയിൽ പ്രവാചകർക്ക് ഒന്ന് ദൂരേക്ക് ചിന്തിക്കാനൊക്കെയുള്ള ഒരു സമയം കിട്ടി.
നമ്മൾ പറഞ്ഞു അത് അങ്ങനെ ഗ്രീസിലേക്കും അതേപോലെ മറ്റുള്ള പേർഷ്യയിലെ കിസ്റക്കും ഈജിപ്ത്, അബസീനിയ, സിറിയ, യമാമ തുടങ്ങിയ പ്രദേശങ്ങളിലേക്കുമൊക്കെ പ്രവാചകൻ കത്തെഴുതി എന്ന്. അതിൽ ഗ്രീസിലെ ചക്രവർത്തിയായ ഹിർക്കലിന് അഥവാ ഹെറാക്ലിയസിന് കൊടുത്തയച്ച കത്തിൽ ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുതിയിട്ടുണ്ട്: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ, അവൻ്റെ ദാസനും ദൂതനുമായ മുഹമ്മദ്, ഗ്രീസ് ചക്രവർത്തി ഹെറാക്ലിയസിന് എഴുതുന്നത്. നേർമാർഗം പിന്തുടരുന്നവർ അനുഗ്രഹിക്കപ്പെടുമാറാവട്ടെ. ഞാൻ താങ്കളെ ഇസ്ലാം മതം സ്വീകരിക്കാൻ ക്ഷണിക്കുന്നു. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ താങ്കൾക്ക് ക്ഷേമം കൈവരികയും അള്ളാഹു ഇരട്ടി പ്രതിഫലം നൽകുകയും ചെയ്യും. പക്ഷേ അതിന് കൂട്ടാക്കുന്നില്ലെങ്കിൽ സ്വന്തം ജനതയുടെ പാപം താങ്കളാണ് ചുമക്കേണ്ടി വരിക. വേദഗ്രന്ഥം ലഭിച്ചവരെ നമുക്ക് പൊതുവായുള്ള കാര്യങ്ങളിൽ യോജിക്കാം. നമ്മൾ അള്ളാഹുവിനെയല്ലാതെ മറ്റാരെയും ആരാധിക്കരുതെന്നും അവനല്ലാതെ വേറെ ദൈവമില്ലെന്നും. ഇത് പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു വചനമാണ്. ഈ വചനത്തെ, ഖുർആനിലുള്ള ഈ വചനത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഹെറാക്ലിയസിന് അറിയാം, അദ്ദേഹവും വേദക്കാരുടെ കൂട്ടത്തിൽപ്പെട്ടിട്ടുള്ള ഒരാളാണ്. പൊതുവായ ഒരു തത്വം, ദൈവമല്ലാതെ ആരാധ്യനില്ല എന്നുള്ള ആ തത്വത്തിലേക്ക് ക്ഷണിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. പ്രവാചകന് ആ സമയത്ത് പ്രവാചകരെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി ഹെറാക്ലിയസിന് ആഗ്രഹമുണ്ടായി. ഗാസയിലേക്ക് വന്നിട്ടുള്ള ഒരു കച്ചവട സംഘമുണ്ടായിരുന്നു. ആ കച്ചവട സംഘത്തിലെ കുറച്ച് ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് ഹെറാക്ലിയസ്, നിങ്ങൾക്ക് മുഹമ്മദിനെ കുറിച്ച് കൂടുതൽ അറിയാമോ എന്ന് ചോദിക്കുകയാണ്. ആ കച്ചവട സംഘത്തിൽ അബൂ സുഫിയാനും ഉണ്ടായിരുന്നു. അബൂ സുഫിയാൻ എന്ന് പറയുന്നത് പ്രവാചകരെ അങ്ങേയറ്റം എതിർക്കുന്ന, ബദർ യുദ്ധത്തിന് കാരണമായിട്ടുള്ള ഷാമിലേക്കുള്ള കച്ചവടത്തിന് പോയല്ലോ, ആ കച്ചവട സംഘത്തിന്റെ തലവനായിരുന്നു. പ്രവാചകരുടെ മുഖ്യ ശത്രുവായിരുന്നു അബൂ സുഫിയാൻ. ഗാസയിൽ ഉണ്ടായിരുന്നു ആ കച്ചവട സംഘത്തിൽ അബൂ സുഫിയാനും ഉണ്ടായിരുന്നു. ആ അബൂ സുഫിയാനെ വിളിച്ചിട്ടാണ് ചോദിക്കുന്നത്, പ്രവാചകനെ സംബന്ധിച്ച് ചോദിക്കാൻ. ഈ കത്തിന്റെ പശ്ചാത്തലത്തിലാണ് ആ ഒരു സംശയം ഉയരുന്നതും ചോദിക്കുന്നത്. അതെ, കൂടുതൽ എത്താം അവിടേക്ക്. ഹലോ, ആരാണ്? എന്റെ പേര് സലീം. സലീം, എവിടെ നിന്നാ വിളിക്കുന്നേ? ഞാൻ അബ്ബാസിയിൽ നിന്ന് സലീം. ഓക്കെ, ഹലോ സലീം. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചോദ്യത്തിലേക്ക് കടക്കാലോ അല്ലേ? ഓക്കെ, ഏറ്റവും എളുപ്പമുള്ള ഈ എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഈ ക്വിസിന്റെ ചരിത്രത്തിലെ ഏറ്റവും എളുപ്പമുള്ള ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. ക്വിസ് ചരിത്രത്തിലെ ഏറ്റവും എളുപ്പമുള്ള ചോദ്യം സലീമിനോട്. ഓക്കെ, ആദ്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചത് എന്ന് വെച്ചാൽ, ആദ്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആശയം സ്വീകരിച്ചത് ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആലോചിച്ച് പറയണം. 15 സെക്കൻഡ് കൊടുക്കുമല്ലോ നമ്മള്. നിങ്ങളൊരു 2-3 സെക്കൻഡിന്റെ ഉള്ളിൽ ഉത്തരം പറഞ്ഞു. ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച വ്യക്തി ഖദീജ റളിയല്ലാഹു അൻഹ. ആരാണ്? പ്രവാചകരുടെ പത്നിയാണ്. ജമ്മിലൂനി യാ ഖദീജ എന്ന് പറഞ്ഞിട്ടാണ് ജബലുന്നൂറിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത് അല്ലേ? എന്നെ പുതപ്പിട്ട് മൂടൂ ഖദീജ. എന്നിട്ട് സമാധാനത്തിന്റെ, സാന്ത്വനത്തിന്റെ വാക്കുകൾ നേരുകയായിരുന്നു തൻ്റെ പ്രിയപത്നി. എന്നത് മാത്രമല്ല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇതൊരു കളവ് പറയലിന്റെ പ്രശ്നമല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ഒന്നാമതായി സ്വീകരിച്ചുകൊണ്ട്, ആശയം സ്വീകരിച്ചുകൊണ്ട് ഫുൾ സപ്പോർട്ട് നൽകുകയും ചെയ്തു. ഒന്നാമതായി ഇസ്ലാം സ്വീകരിച്ച വ്യക്തി ഖദീജ ബീവി എന്നുള്ള ഉത്തരം ശരിയാണ്. മബ്രൂക്ക്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അത് ഉത്തരം പറയാൻ വൈകിയതുകൊണ്ടാണ് മബ്രൂക്ക് കൊടുക്കാനും വൈകിയത്. അപ്പൊ പെട്ടെന്ന് പറയണം അടുത്തത്. വളരെ പെട്ടെന്ന് മബ്രൂക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നന്നായി. ഓക്കെ, എങ്കിൽ അടുത്ത ഒരു എളുപ്പമുള്ള ചോദ്യം വരാൻ പോവാണ്. ചരിത്രത്തിലെ ഏറ്റവും എളുപ്പമുള്ള രണ്ടാമത്തെ ചോദ്യം വരാൻ പോകുന്നു. ചരിത്രമായി മാറോ? കോളമൊക്കെ ചരിത്രമാക്കി മാറ്റണം. അതെ. ഓക്കെ, ഞാനൊരു ആയത്ത് ഓതാം. ഇന്നലെ ഓതിയിട്ടുള്ള ആയത്ത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ എളുപ്പം എന്ന് പറയാൻ കാരണം.
فبأي آلاء ربكما تكذبان അറിയാലോ സൂറത്തുർ റഹ്മാനിലാണ് നമ്മൾ ഇന്നലെ ചോദിച്ചൊരു ചോദ്യമാണ് പക്ഷെ ഇതേ ആയത്ത് സെയിം സൂറത്തിൽ ധാരാളം തവണ ആവർത്തിച്ചു വന്നിട്ടുണ്ട് എത്ര തവണ ഒരു ക്ലൂ കിട്ടിയാൽ എന്താണ് ഞാൻ ക്ലൂ തരേണ്ടത് എത്ര തവണ എന്ന് പറഞ്ഞു തരികയാണോ വേണ്ടത് ഉത്തരത്തോട് അടുക്കുന്ന വല്ലതും ഉത്തരത്തോട് അടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് തവണ അതൊരു അത്ര വലിയൊരു സൂറത്തൊന്നും അല്ലല്ലോ അതിൽ ധാരാളമായി മിക്കവാറും ആയത്തുകൾ ഈ ആയത്ത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ് ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകസിബാൻ എന്നുള്ളത് 17 തവണയാണോ ആണോ 17 തവണ ആണോ എന്ന് ചോദിച്ചാൽ അത് ആശങ്ക ഉണർത്തുന്ന ഉത്തരമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ. ഇപ്പൊ 2 ചോദ്യങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദിബാൻ എന്ന് എത്ര തവണ ആവർത്തിച്ചിട്ടുണ്ട് എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു. 17 തവണയാണോ എന്ന് ഉപചോദ്യം അങ്ങോട്ട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അത് ആശങ്ക ഉണർത്തുന്ന കാര്യമാണ് എന്ന് ഞാനും പറഞ്ഞു. എങ്കിൽ 17 കിടക്കട്ടെ. അല്ല, ആശങ്ക ഉണർത്തുന്ന കാര്യമാണെന്ന് പറഞ്ഞാൽ അത് കിടക്കാൻ പറ്റുമോ സലീമേ? 21 ആണല്ലേ? പക്ഷെ തെറ്റിപ്പോയി. 10 പ്രാവശ്യം കൂടെ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. പ്ലസ് 10 31 തവണ ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദിബാൻ എന്ന് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് സൂറത്തുർ റഹ്മാനിൽ. 31 എന്നുള്ളതാണ് ശരി. ഏതായാലും വളരെ നന്ദി. അപ്പൊ എന്തായാലും ചരിത്രമാക്കാൻ സമ്മതിച്ചില്ല സലീം. പരിപാടി വളരെ നന്നാകുന്നുണ്ട്. ഒരു മബ്രൂക്ക് ഞാൻ അങ്ങോട്ട് പറയാം. അപ്പൊ അതിനൊരു മബ്രൂക്ക് കൊടുത്തേക്കാം ഞാൻ. അതായത് എങ്ങനെയെങ്കിലും സലീം അതിന് ചരിത്രമാക്കിയിട്ടേ പോകുള്ളൂ എന്ന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ ഉസ്താദിന് നൽകിയിരിക്കുന്നു ഒരു മബ്രൂക്ക്. ഹലോ ഹലോ, ആരാണ്? ജുമാന. എവിടെ നിന്നാണ്? ജാബ്രിയിൽ നിന്ന് ജുമാന. ഓക്കെ, എത്ര ക്ലാസ്സിലാ പഠിക്കുന്നത്? 7th. ഓക്കെ, ജാബ്രിയയിലെ ജുമാന. അസ്സലാമു അലൈക്കും. ചോദിക്കാലോ അല്ലേ? ഓക്കെ, അസദുള്ള എന്നറിയപ്പെടുന്ന സഹാബി ആരാണ് എന്നതാണ് ചോദ്യം. അസദുള്ള എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? അതൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാലോ ജുമാന. അസദുള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സിംഹം എന്നാണ്. പക്ഷേ അങ്ങനെ അറിയപ്പെടുന്ന സ്വഹാബി ആരാണ് അത് പറയണം. അള്ളാഹുവിന്റെ സിംഹം അസദുള്ള എന്നറിയപ്പെടുന്ന സ്വഹാബി ആരാണ്? ഞാൻ ചോദിക്കും, ജുമാന ഉത്തരം പറയണം, ഉറപ്പിച്ചു പറയണം. ഉറപ്പിച്ചു പറയും. അപ്പൊ ഞാന് മബ്രൂക്ക് അടിക്കും. ഹംസ റളിയല്ലാഹു അൻഹു ആണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞാല് മബ്രൂക്ക് അടിക്കും. ഉറപ്പിച്ചങ്ങ് പറഞ്ഞോ? എന്തായാലും ഉറപ്പാണോ? അതല്ലേ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ മബ്രൂക്ക് അടിക്കാം എന്ന്. ഹംസ റളിയല്ലാഹു അൻഹു ശരി ഉത്തരമാണ്. മബ്രൂക്ക്. ഓക്കെ, അടുത്ത ചോദ്യം. 2ാമത്തെ ചോദ്യം അല്ലേ? ഓക്കെ, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അറിയാലോ അല്ലേ? അയ്യൂബ് നബിയുടെ ഖബറിടം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? അയ്യൂബ് നബി ബൈബിളിൽ ഇയ്യോബ് എന്നും ജോബ് എന്നും വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്ന പ്രവാചകർ. ഹലോ ഉണ്ടല്ലോ അല്ലേ? ആലോചിക്കല്ലേ? അതാ ക്ലൂ ആണ് തന്നോണ്ടിരിക്കുന്നത്. ഇയ്യോബ് എന്നും ജോബ് എന്നും ബൈബിളിൽ
വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്ന പ്രവാചകർ, ധാരാളം അസുഖങ്ങൾ വന്ന് ശരീരത്തിൽ ത്വക്ക് രോഗം വന്ന് പരീക്ഷിക്കപ്പെട്ട പ്രവാചകർ. ഈ പ്രവാചകർ അവരുടെ ഖബറിടം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഒരു ക്ലൂ തരാം, നമ്മളുടെ അടുത്താണുള്ളത്. വളരെ അടുത്ത് എന്ന് പറഞ്ഞൂടാ, നമ്മളുടെ അടുത്തൊരു അറബി രാജ്യത്തിലാണ്. യമനിലാണോ? ആണെങ്കിൽ ആണെന്ന് പറ. അതെ, യമൻ. യമൻ ആണോ? യമൻ ആണോ? ആ, ഉറപ്പിച്ചോ? ഓർപ്പിച്ചു. ഓക്കെ, എങ്കിൽ ചെറിയൊരു പെശക അതിൽ പറ്റിപ്പോയി. ഒമാനിലെ സലാലയിലാണ് അയ്യൂബ് നബിയുടെ ഖബറിടം ഉള്ളത്. യമൻ എന്നുള്ളത് ഒമാൻ. യമൻ ഒമാൻ ആയിരുന്നെങ്കിൽ എന്ന് മാറ്റിയിരുന്നെങ്കിൽ ഉത്തരം ശരിയായിരുന്നു. ഒമാനിലെ സലാലയിലാണ് കേട്ടോ അയ്യൂബ് നബിയുടെ ഖബറിടം. ഓക്കെ. ഓക്കെ, വളരെ എന്തായാലും നമുക്ക് പിന്നെയും വിളിക്കാം. ഓക്കെ. ഹലോ, ഹലോ, ആരാണ്? അയ്യൂബ്. അയ്യൂബ് നേരത്തെ ഫോൺ വിളിച്ച് കട്ടായി പോയ അയ്യൂബാണോ? ആ, അയ്യൂബിനെ കിട്ടി. ഇതാണ് കഥ. അപ്പൊ അയ്യൂബെ നേരത്തെ ചോദ്യം ചോദിച്ചതല്ലായിരുന്നു കേട്ടോ. അപ്പൊ അയ്യൂബ് വിചാരിച്ചു ഞാൻ തെറ്റായി ഉത്തരം പറഞ്ഞു പോയി, അതുകൊണ്ട് ഞാൻ ദുഃഖിതനായി പോകുന്നു എന്ന് പറഞ്ഞു പോയതല്ലേ? അല്ല, ഫോണിന്റെ പൈസ തീർന്നു പോയതാണ്. അത് ശരി. അയ്യോ, വീണ്ടും അതുകൊണ്ടാണ് അയ്യൂബിന് പിന്നെയും വിളിക്കാൻ പറ്റിയത്. എന്തായാലും നന്നായി. അപ്പൊ അയ്യൂബേ, ഇപ്പൊ നമുക്ക് എന്തായാലും ജയിച്ചു കളയണം. ഓക്കെ. അയ്യൂബ്, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഞാൻ ചോദിക്കട്ടെ എന്നാ? ഓക്കെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹാബിക്ക് കവിത ചൊല്ലിയതിന് തന്റെ തട്ടം സമ്മാനമായി നൽകി. അങ്ങനെയാണ് ആ കവിത പിന്നെ ബുർദ അഥവാ തട്ടം എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നത്. ആർക്കാണ് പ്രവാചകൻ ബുർദ സമ്മാനമായി നൽകിയത്? തട്ടം സമ്മാനമായി നൽകിയ കവി ആരാണ് പ്രവാചകരുടെ കാലത്തെ? ക്ലൂ, അദ്ദേഹം അതിൽ പ്രവാചകനെ വർണ്ണിച്ചപ്പോ ഇന്ത്യയിലുള്ള പടവാള് പോലെ വെട്ടിത്തിളങ്ങുന്ന പ്രവാചകരാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന റസൂല ലസൈഫുൻ യുസ്തളാഉ ബിഹി മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. അവിടെ മുഹന്നദുൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ വാള് എന്നാണ്. വാളുകളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല വാൾ ഇന്ത്യൻ വാളാണ് പോലും. അങ്ങനെ വെട്ടിത്തിളങ്ങുന്നു പ്രവാചകർ എന്നൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശേഷിപ്പിച്ചിട്ടുണ്ട് ആ കവിതയിൽ. ഏതാണ് ആ സ്വഹാബി? അയ്യൂബേ, ബുർദ എന്ന് കേട്ടിട്ടില്ലേ? ബുർദ രചിച്ചത് ആരാണ്? പറയൂ. അറിയൂല. ഓക്കെ, ഞാൻ ഉത്തരം പറയാം. കഅബ് ബിനു സുഹൈർ ആണ് ശരി ഉത്തരം. ഓക്കെ അയ്യൂബ്, കഅബ് ബിനു സുഹൈർ കേട്ടോ. അയ്യൂബേ, നമുക്ക് ഇനിയും വിളിക്കാം കേട്ടോ. അയ്യൂബിന് ഞാൻ നാളത്തെയോ മറ്റന്നാളത്തെയോ മത്സരത്തിൽ അങ്ങോട്ട് വിളിക്കും. അയ്യൂബിന്റെ നമ്പറിൽ തീർച്ചയായും അയ്യൂബ് കരുതിയിരുന്നോളൂ. കാരണം അയ്യൂബ് പൈസ തീർന്നതിന് ശേഷം ഇങ്ങോട്ട് പിന്നെ ആവേശത്തോടു കൂടി തിരിച്ചു വിളിച്ച ആളാണ്. അയ്യൂബിനെ ഇനി ഞാൻ ഒരിക്കൽ അങ്ങോട്ട് വിളിച്ച് ഈ മത്സരത്തിൽ പങ്കെടുപ്പിക്കുമെന്ന് ഇതിനാൽ വാക്കു നൽകുകയാണ് അയ്യൂബെ കേട്ടോ. അപ്പൊ അയ്യൂബ് കരുതിയിരുന്നു, കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു. കാരണം ഉസ്താദിനെ നമുക്ക് എന്തായാലും കീഴടക്കണം എപ്പോഴെങ്കിലും. ഞാൻ വിളിക്കും അങ്ങോട്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ ഞാൻ ഒരു അവസരം അയ്യൂബിനായി വാഗ്ദാനം ചെയ്യുകയാണ് ഈ നിമിഷത്തിൽ. എന്തായാലും ഇങ്ങനെ ഒരു ആവേശഭരിതനായി തിരികെ ഞങ്ങളിലേക്ക് എത്തിയത് കൊണ്ടാണ് ഞാൻ അത്തരത്തിലൊരു ഓഫർ അയ്യൂബിനായി മുന്നോട്ട് വയ്ക്കുന്നത്. അയ്യൂബിനെ വിളിച്ചിരിക്കും, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വിളിച്ചിരിക്കും, ഉറപ്പ്. അപ്പൊ എന്തായാലും ആരാണ് നമ്മുടെ അടുത്ത കോളർ? ഹലോ, ആരാണ്? എന്റെ പേര് മിഷാൽ. മിഷാൽ എവിടെ നിന്നാണ്? അബ്ബാസിയിൽ നിന്ന് മിഷാൽ ഇന്നത്തെ നമ്മുടെ അവസാനത്തെ കോളറാണ്. മിഷാൽ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ചോദിക്കട്ടെ? ഓക്കെ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അറിയാലോ? എന്നാ പറയേ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് എന്താ അറിയാ?
എത്രാമത്തെ മൂന്നാമത്തെ രണ്ടാമത്തെ ഖലീഫ അല്ല, രണ്ടാമത്തെ അല്ല, ആദ്യം പറഞ്ഞാൽ ശരി. ഓക്കെ, മൂന്നാമത്തെ ഖലീഫയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അല്ലേ? എന്റെ ചോദ്യം ഇതാണ്, എത്ര കാലമായിരുന്നു ആ ഖിലാഫത്ത് സമയം എന്ന് വെച്ചാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടം എത്ര വർഷം എന്ന് പറഞ്ഞാൽ മതി. എത്ര വർഷം? 12 വർഷം. 12 വർഷം എന്നുള്ളത് ഉറപ്പാണോ? ഉറപ്പാണ്. ശരിയാണ്, മബ്രൂക്ക്. 12 വർഷം. മബ്രൂക്ക്. രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം. ഓക്കെ. മിഷാൽ ഒന്ന് ഒരുങ്ങി തന്നെയാണ് വന്നിട്ടുള്ളതെന്ന് തോന്നുന്നു അല്ലേ? രണ്ടാമത്തെ ചോദ്യം ചോദിച്ചോട്ടെ? ഓക്കെ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ഗ്രന്ഥരൂപത്തിൽ പ്രസിദ്ധീകൃതമായ ലോകത്തെ ഒന്നാമത്തെ തഫ്സീർ ഏതാണ്? ഖുർആന്റെ വ്യാഖ്യാനം അറിയാലോ, തഫ്സീർ എന്ന് പറഞ്ഞാല്. ഗ്രന്ഥരൂപത്തിൽ പ്രസിദ്ധീകരിച്ച ലോകത്തു തന്നെയുള്ള ഒന്നാമത്തെ തഫ്സീർ ഏതാണ്? ഒരു ക്ലൂ. ഞാൻ ആരാണ് അത് ആ തഫ്സീർ എഴുതിയിട്ടുള്ളത് എന്ന് പറയാം. ഇബ്നു ജരീർ ത്വബരി. ഇബ്നു ജരീർ ത്വബരി ആണ്. ത്വബരിയുടെ തഫ്സീർ എന്നാണ് പറയാറുള്ളത്. ആ തഫ്സീറിന്റെ പേരെന്താണ്? 30 വോള്യങ്ങളിലായിട്ടാണ് അത് പ്രസിദ്ധീകൃതമായത്. അതാണ് ലോകത്ത് ഗ്രന്ഥരൂപത്തിൽ പ്രസിദ്ധീകൃതമായിരിക്കുന്ന ഒന്നാമത്തെ തഫ്സീർ. ജാമിഉൽ ബയാൻ ഫീ തഫ്സീർ. ഒന്നുകൂടെ പറയൂ. ജാമിഉൽ ബയാൻ ഫീ തഫ്സീർ. ജാമിഉൽ ബയാൻ ഫീ തഫ്സീരിൽ ഖുർആൻ. ശരി ഉത്തരമാണ്. ജാമിഉൽ ബയാൻ ഫീ തഫ്സീരിൽ ഖുർആൻ. മബ്രൂക്ക്. അപ്പൊ മിഷാൽ, നമ്മുടെ അവസാനത്തെ ചോദ്യം, ഇന്നത്തെ അവസാനത്തെ ചോദ്യം, മിഷാലിന് സമ്മാനം നേടാനുള്ള ചോദ്യം, എളുപ്പമുള്ള ചോദ്യം ചോദിക്കാൻ പറയാം അല്ലേ? എളുപ്പമുള്ളത് ചോദിക്കാം. മിഷാൽ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? സത്യം പറയണം. എങ്ങനെയാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിയത്? ജാമിഉൽ ബയാൻ ഫീ തഫ്സീരിൽ ഖുർആൻ എന്ന ചോദ്യത്തിന്റെ ഉത്തരം എങ്ങനെ കിട്ടി? അത് അറിയുന്നതായിരുന്നു മിഷാലിന്? ഉമ്മ പറഞ്ഞെന്നാണ് അല്ലേ? ഏതായിരുന്നാലും ഉമ്മയെ നമ്മൾ സമ്മതിച്ചു കൊടുക്കുക. കാരണം അത്ര പെട്ടെന്ന് അങ്ങോട്ട് ഉത്തരം പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല അത്. അതായത് മിഷാലിനെ കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചോദിച്ചത് എന്നർത്ഥം ഉസ്താദ്. ആരായിരുന്നാലും ആ ഉത്തരം പറഞ്ഞ ആൾക്ക് നമ്മൾ ഒരു സ്പെഷ്യൽ മബ്രൂക്ക് കൊടുക്കേണ്ടതാണ്. ഏതായിരുന്നാലും മബ്രൂക്ക്. ശരി, മൂന്നാമത്തെ ചോദ്യം ഇതാണ്. നമ്മൾ ഒരു ചോദ്യം ചോദിച്ചു ഇവിടെ. ദുന്നൂറൈനി എന്ന പേരിൽ അറിയപ്പെടുന്ന സഹാബി ആരാണ് എന്ന് ചോദിച്ചു. അതിന്റെ ഉത്തരം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ആണ്. മൂന്നാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. മൂന്നാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ദുന്നൂറൈനി എന്ന് പേര് വരാനുള്ള കാരണമെന്ത്? ആദ്യം മുഹമ്മദ് നബിയുടെ മകളായ റുക്കിയെ കല്യാണം കഴിച്ചപ്പോൾ പിന്നെ അവര് മരിച്ചപ്പോൾ ഉമ്മ കുൽസുമിനെ കല്യാണം കഴിച്ചു. അതുകൊണ്ടാണ് അങ്ങനത്തെ പേര് വരാൻ കാരണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പുത്രിമാരെ വിവാഹം കഴിച്ച ആൾ എന്നുള്ള നിലയ്ക്ക് 2 പ്രകാശത്തിനുടമ ദുന്നൂറൈൻ എന്നുള്ള പേര് വരികയായിരുന്നു. മിഷായിൽ വളരെ നന്നായി ഈ മത്സരത്തിൽ പങ്കെടുത്തു. അല്പം ടഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു എങ്കിലും ഉത്തരം വളരെ കൃത്യമായി പറഞ്ഞു. മബ്രൂക്ക്, അൽഫ് മബ്രൂക്ക്.
ഞാൻ ഒരു മബ്രൂക്ക് കൂടി കൊടുത്തത് തന്നെ. ഉസ്താദ് തന്നെ പറഞ്ഞല്ലോ, ടഫ് ചോദ്യമാണ് ചോദിച്ചത്. അപ്പൊ അതിന് 3 എണ്ണത്തിനും ശരി ഉത്തരം പറഞ്ഞ ആ ഒരു ശ്രമത്തിന് ഇരട്ട മബ്രൂക്ക് നൽകിക്കൊണ്ടാണ് ഇന്ന് ഈ മത്സരത്തിൽ നിന്ന് നമ്മൾ വിട പറയുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എന്തായാലും മിഷാൽ മത്സരത്തിൽ പങ്കെടുത്തതിന്, ഉസ്താദിന്റെ കടുപ്പമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയതിന്, അവിടെ വീട്ടിൽ നിന്ന് ഉള്ള സഹായം കൂടി കിട്ടിയെങ്കിലും അത് വേണം. ആ സഹായം ഉണ്ടെങ്കിലേ നമുക്ക് പലപ്പോഴും മുന്നേറാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ആ സഹായത്തിന്റെ പിൻബലത്തിലാണെങ്കിലും ഈ മത്സരത്തിൽ ജയിച്ചതിന് അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി. ഇന്നത്തെ നമ്മുടെ 3ാമത്തെ വിജയിയാണ്. ഇന്ന് അഷറഫിലൂടെ, നസ്റിലൂടെ, മിഷാലിലെത്തി നിൽക്കുമ്പോൾ നമ്മുടെ 3 വിജയികൾ. നമ്മൾ 20-ാം തീയതി തുടങ്ങിയ ഈ യാത്രയിൽ നമ്മുടെ 23ാമത്തെ വിജയിയാണ് ഇന്ന് മിഷാൽ എത്തി നിൽക്കുന്നത്. മിഷാലിൽ എത്തി നിൽക്കുമ്പോൾ 23ാമത്തെ വിജയിയാണ് നമ്മുടെ ഈ ക്യൂസ് മത്സരത്തിൽ. എന്തായാലും നന്ദിയുണ്ട്, ഒരുപാട് സ്നേഹമുണ്ട് മിഷാൽ ഞങ്ങളോടൊപ്പം ഈ മത്സരത്തിൽ പങ്കെടുത്തതിന്. എങ്കിലും എന്റെ പ്രിയപ്പെട്ട SMS വിജയി, നിങ്ങളെ തേടി ഇനിയും ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് അങ്ങ് എന്നുള്ളതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഞങ്ങൾ വിളിച്ച നമ്പർ വിളിച്ച് ഇനി ആ SMS, ആ മിസ് കോൾ കാണുമ്പോഴെങ്കിലും ഒന്ന് മനസ്സുകൊണ്ട് വേദനിച്ചുള്ളൂ. ഞങ്ങൾ വേദനിക്കുകയായിരുന്നു ആ വിജയിയുടെ ശബ്ദം കേൾക്കാതെ. എന്തായാലും ആ വിജയിയെ കിട്ടാതെ ഞങ്ങൾ ഇവിടെ നിന്ന് വിട പറയാൻ പോവുകയാണ്. ഉസ്താദ്, നമുക്ക് സമയം തീരുമ്പോൾ. അതെ, നമ്മൾ ഈ സമയം അവസാനിക്കുന്ന ഒരു വേളയിൽ നമ്മൾ ചരിത്രവുമായി ബന്ധപ്പെട്ട് എത്തിയിരുന്നിരുന്നത് ചരിത്രം വിശദീകരിക്കുകയല്ല, ഹിർക്കൽ ചക്രവർത്തിക്കയച്ച കത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അറിയുവാനുള്ള ആഗ്രഹവും അബൂ സുഫിയാൻ പ്രവാചകനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കാൻ പോവുകയാണ്. എന്താണ് പറയുന്നത് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് നാളെ വിശദീകരിക്കാം. എന്തായിരിക്കും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുവായ അബൂ സുഫിയാൻ ഹിർക്കൽ ചക്രവർത്തിക്ക് പ്രവാചകരെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുന്നത്? അത് നമുക്ക് കാത്തിരുന്ന് നാളെ കേൾക്കാം ഇൻഷാ അല്ലാഹ്. ഈ കേൾക്കുന്ന, ഞങ്ങളെ ശ്രവിക്കുന്ന ഈ കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷനും 98.4 സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ വിജ്ഞാനപ്രദമായ മത്സര പരിപാടിയെ ധാരാളം ആളുകൾ നെഞ്ചിലേറ്റുകയും ധാരാളം ആളുകൾ ഇരുന്ന് ശ്രവിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞതിൽ വളരെ വളരെ വലിയ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു.